അപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയിലെ കുറച്ച് വീഡിയോസാണ് ഞാൻ എനിക്കിവിടെ കാണിച്ചിരുന്നത്. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ദുബായിൽ ഒരു 12 hours ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ദുബായ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ദുബായ് മോളിൽ പോയിട്ട് അതിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഈ വ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ എത്തിയപ്പോൾ അതിന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ഈ നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ് ഈ ബുർജ് ഖലീഫ അവിടെ. അതുപോലെ തന്നെ ഈ വാട്ടർ ഡാൻസ് അത് നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ 20 minutesലും കുറച്ച് 5 minute 4 minute അങ്ങോട്ട് ഉണ്ട് ഈ വാട്ടർ ഡാൻസ്. അത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ മ്യൂസിക് അനുസരിച്ച് ആ വാട്ടർ ഇങ്ങനെ ഡാൻസ് കളിക്കാമെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അപ്പോൾ നല്ല നല്ല അടിപൊളി നല്ല വ്യൂ ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ കുറച്ച് ടൈം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുബായിൽ വന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പുറത്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ദുബായിൽ, അതുകൊണ്ട് നമുക്ക് ഇവിടെ പോകാനാണ് സമയം ഉണ്ടായിരുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ഉണ്ടായിരുന്നു. മെട്രോ പിടിച്ചിട്ടാണ് നമ്മൾ പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് ദുബായ് മോളിൽ പോയി. ആ ദുബായ് മോളിൽ പോയി അതിനുള്ളിലെല്ലാം കറങ്ങി നടന്ന് പിന്നെ അതിൻ്റെ പുറത്ത് എല്ലാവരും പറഞ്ഞു അവിടെ വാട്ടർ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വ്യൂ കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഫുൾ ദുബായ് കണ്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. അത്രയും അടിപൊളിയായിരുന്നു. അപ്പം ആർക്കെങ്കിലും നാട്ടിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ നല്ലൊരു വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ മീൻസ് ഈ ലേ ഓവറുള്ള ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ദുബായിലൊക്കെ പോയി എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ.